ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 100x100 എന്ന ആനിമി സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ സെക്കൻഡ് എപ്പിസോഡ് കാണാൻ പാടുള്ളൂ. അപ്പോൾ കുത്തിപ്പൊട്ടിക്കാനൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ടച്ചിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആനിമി കാണുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികം ലേഖടിപ്പിക്കാൻ നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ഷിപ്പിൻ്റെ ക്യാപ്റ്റനെയാണ് കാണിക്കുക. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അടിയൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും കോംപ്രമൈസ് ആയി ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെ ക്യാപ്റ്റന് ഗോണായിരുന്നോ ഗോണിൻ്റെ ഡാഡായിരുന്നോ ഒക്കെ കൃത്യമായി മനസ്സിലാവാണ്. ക്യാപ്റ്റന് ഗോണിൻ്റെ ഡാഡിനെ കുറേ മുന്നേ അറിയുന്നത് കൊണ്ട് ഗോണിന് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. ക്യാപ്റ്റൻ മലമുകളിലുള്ള ഒരു ട്രെയിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടേക്ക് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് പോകണമെന്ന് പറയുകയാണ്. അതൊക്കെ ഇവരെ പോലെ എക്സാം എഴുതാൻ പോകുന്ന വേറെ ഒരുത്തൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗോൺ അപ്പം തന്നെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ മൈൻഡാക്കുന്നില്ല. അങ്ങനെ ഗോൺ ക്യാപ്റ്റനോട് ബായ് ഒക്കെ പറഞ്ഞ് 100 എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. ഗോണാണെങ്കിൽ കുറാപ്പിയോടും ലിയോറിയോടും എൻ്റെ കൂടെ വരാൻ പറയാണ്. ആദ്യം അവർ നിരസിച്ചെങ്കിലും പിന്നെ അവർ ഗോണിൻ്റെ പിന്നാലെ തന്നെ പോവാണ്. അങ്ങനെ അവർ 100 എക്സാം വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വെച്ച് വഴിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ മുമ്പിൽ കയറിയിട്ട് എന്തൊക്കെ കാട്ടുന്നുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു TV ഷോ നടത്തുന്ന പോലെ മുമ്പിൽ കുറച്ച് ആൾക്കാർ വന്ന് നിൽക്കും. അങ്ങനെ പെട്ടെന്ന് അതിൽ നടുവ് നിൽക്കുന്ന ഒരു തള്ളപ്പെട്ടി ചാടി കയറി പറയാണ്, ഞാനൊരു 1 ചോയ്സ് ക്വിസ് നടത്താൻ പോവാണ്, അതിൽ ജയിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി 100 എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അത് കേട്ട് ഇവരൊക്കെ ആകെ ഷോക്കാവാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 1 ചോയ്സിൽ ഉത്തരം നൽകാൻ പറയാണ്. കുറാപ്പിക്ക് കാര്യം മനസ്സിലായി, പക്ഷേ ലിയോറിയെ കിടന്ന് ചൂടാവാണ്. അപ്പോൾ ബാക്കിൽ ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെക്കൻ ചാടി കയറിയിട്ട് പറയാണ്, ഞാൻ ഫസ്റ്റ് ചെയ്താ എൻ്റെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ ആ തള്ളപ്പൊടി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ക്രിമിനൽസ് നിൻ്റെ മദറിനെയും നിൻ്റെ വൈഫിനെയും കിഡ്നാപ്പ് ചെയ്യാണ്. നിനക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ, നീ ആരെ രക്ഷിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ആൻസർ പറയാണ്, ഞാൻ എൻ്റെ മദറിനെ രക്ഷിക്കുമെന്ന്. കാരണം വൈഫ് മരിച്ചാലും വേറെ കിട്ടും, പക്ഷേ മദറിനെ വേറെ കിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ട് ലിയോറിയോ ആകെ ചൂടാവാണ്. അപ്പോൾ ആ തള്ളപ്പടി നീ ഈ വഴി പോയിക്കോന്ന് പറയാണ്. അങ്ങനെ അവൻ പോയതിനു ശേഷം ലിയോറിയോ പറയാണ്, ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഒരു ശരി ഉത്തരം കൊടുക്കരുത്, അതാണ് ശരി ഉത്തരം എന്ന് പറയാണ്. അപ്പോൾ കുറാപ്പികൾക്ക് മനസ്സിലായി, പക്ഷേ ഗോണിനും ലിയോറിയോക്കും മനസ്സിലായില്ല. അങ്ങനെ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങളോട് ഇട്ടാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ലിയോറിയോ പറയാണ്, നീ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, പക്ഷെ ഞാനൊരു ആൻസറും പോലും തരാൻ പോകുന്നില്ല എന്ന് പറയാണ്. ആ ഒരു ദേഷ്യത്തിലാണെങ്കിൽ ഇവൻ വടിയൊക്കെ എടുത്ത് അതിനെ അടിക്കാൻ പോവാണ്. അങ്ങനെ കുറാപ്പിക്കോ ലിയോറിയോനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാണ്, നീ ഓൾറെഡി ആൻസർ കൊടുത്തു കഴിഞ്ഞു, ഇനി നീ ഒരു ആൻസർ കൊടുക്കണ്ട. അങ്ങനെ ലിയോറിയോ കുറാപ്പിയോട് ചോദിക്കുകയാണ്, ഞാൻ എപ്പോൾ ആൻസർ കൊടുത്തു, ഞാൻ പോലും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലിയോറിയോ പറയാണ്, അവിടെ മണ്ട, അത് തന്നെയാണ് ആൻസർ, നമ്മളാരും ഒരു ആൻസറും കൊടുത്തില്ല, അതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ നേരത്തെ പോയൻ റോങ് ആൻസർ അല്ല കൊടുത്തത്, പക്ഷെ അവനെ പാസ്സാക്കി വിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ തള്ളപ്പടി പറയാണ്, അവൻ പോയത് റോങ് വേ ആണ്, നിങ്ങൾ പോകാൻ പോകുന്നതാണ് ശരിക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞൊരു വാതിലുറന്നിട്ട് ആകെ ഇരുട്ടായുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഈ വഴി ഏകദേശം 2 മണിക്കൂറൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങളൊരു വീട് കാണും, ബാക്കി നിങ്ങൾ അവിടെ എത്തിയിട്ട് അവരോട് ചോദിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ആ വഴിയിൽ 2 മണിക്കൂർ നടന്നതിന് ശേഷം ഒരു ബോർഡ് കാണുകയാണ്. ബോർഡിലൂടെ മാജിക്കൽ ബീസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ കുറച്ചുകൂടി നടന്നപ്പോൾ ഒരു വീട് കാണുകയാണ്. അങ്ങനെ പുറത്ത് നിന്ന് വിളിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവർ ഉള്ളിൽ കയറുകയാണ്. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇരുട്ടായതുകൊണ്ട് ഇവർക്കൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഒന്നുകൊണ്ട് ക്ലിയറായി നോക്കിയപ്പോൾ ഇവരാകെ നെട്ടാണ്. എന്താണ് നോക്കുകയാണെങ്കിൽ ഒരു മാജിക്കൽ ബീസ്റ്റ് ഒരു കപ്പിൾസിനെ അറ്റാക്ക് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ആ മാജിക്കൽ ബീസ്റ്റ് ആണെങ്കിൽ ഇവരെ കണ്ടപ്പോൾ തന്നെ ജനൽ പൊട്ടിച്ച് പുറത്തേക്ക് ചാടി കാട്ടിലേക്ക് ഓടുകയാണ്. അത് കണ്ട് ആ വുമണിനെ രക്ഷിക്കാൻ വേണ്ടി ഇവർ പിന്നാലെ പോവാണ്. ലിയോറിയോ ഒരു ഡോക്ടർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഗോണും കുറാപ്പികയും അവിടെ പരിക്ക് പറ്റി കിടക്കുന്ന ആളെ നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും ആ മാജിക്കൽ ബീസ്റ്റിനെ പിടിക്കാൻ വേണ്ടി പോവാണ്. ഗോണാണെങ്കിൽ കുറാപ്പയോട് ചോദിക്കുകയാണ്, അതിന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ കുറാപ്പിക പറയാണ്, അത് ശരിക്കും ഒരു ഹ്യൂമൻ തന്നെയാണ്, അത് ഈ ഒരു വേഷം ഇട്ടിക്കുക എന്ന് മാത്രമേ. അത് കേട്ട് ഗോൺ മാജിക്കൽ ബീസ്റ്റിനെ അവിടെ നിൽക്കണമെന്ന് പറയാം. ഇത് കേട്ട് മാജിക്കൽ ബീസ്റ്റ് എന്തെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അവനെ തലക്ക് അടി കിട്ടി അവൻ നിലത്തേക്ക് വീഴാണ്. മാജിക്കൽ ബീസ്റ്റിന് അടി കിട്ടിയപ്പോൾ കയ്യിലുണ്ടാകുന്ന ലേഡി നിലത്തേക്ക് വീഴാണ്. അത് കണ്ട് കുറാപ്പിക ആ ലേഡിയെ രക്ഷിക്കുന്നുണ്ട്. മാജിക്കൽ ബീസ്റ്റ് ആണെങ്കിൽ ആ ലേഡിയെ അവിടെ ഇട്ടിട്ട് രക്ഷപ്പെട്ട് ഓടുകയാണ്. അപ്പോൾ ആ ലേഡി എൻ്റെ ഹസ്ബൻഡ് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറാപ്പിക പറയുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, അപ്പോൾ അവൻ സേഫ് ആണെന്ന് പറയും. അങ്ങനെ പെട്ടെന്നാണ് കുറാപ്പിക നമ്മളെ ലേഡിയുടെ കൈമുള്ള ടാറ്റു ശ്രദ്ധിക്കുന്നത്. അവനത് കണ്ട് എന്തോ ഒരു കശപിച്ച് തോന്നുന്നുണ്ടെങ്കിലും ലേഡി അപ്പം തന്നെ കൈ എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മളെ ലിയോറിയോ ബാക്കിൽ നിന്ന് ഓടി വന്നിട്ട് ലേഡി ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലിയോറിയോ അവന് കുഴപ്പമൊന്നുമില്ല, അവൻ സേഫാണെന്ന് പറയാണ്. ലേഡിക്ക് കുഴപ്പമില്ല, ലേഡി സേഫാണെന്ന് പറഞ്ഞ് ഒറ്റരടി മുതൽ കൊടുക്കുകയാണ് അവൻ്റെ. അപ്പോൾ പെട്ടെന്നാണ് അവൻ ചിരിച്ചിട്ട്, നിനക്കെങ്ങനെ ഞാനൊരു ഇമ്പോസ്റ്ററാണെന്ന് മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറാപ്പി പറയാണ്, ഓ നീ ഒരു മാജിക്കൽ പീസ് ആയിരുന്നു, ഞാൻ ലിയോറിയോനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൻ അത് ഫിനിഷ് ആക്കാൻ ഇങ്ങോട്ട് വന്നതിനാണ് ഞാൻ അവനെ തല്ലിയത്, പക്ഷേ അത് നീയായിരുന്നു എനിക്ക് അറിയണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ ആ ലേഡിയുടെ കഴുത്തിൽ വാൾ വെക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, മര്യാദക്ക് സത്യം പറഞ്ഞോ, നീ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ലേഡി ചിരിക്കുകയാണ്. അതിൻ്റെ സീൻ കട്ട് ചെയ്തിട്ട് ഗോണ കാണിക്കുകയാണ്. അവൻ ആ മാജിക്കൽ ബീസ്റ്റിനെ പിടിക്കാൻ പോയി ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. കുഴിയല്ല, ഒരു മൗണ്ടൈനിന് താഴേക്ക് വീഴുക. അപ്പോൾ അവനാണെങ്കിൽ അവനെ മീൻ പിടിക്കുന്ന സാധനം കൊണ്ട്
എങ്ങനെയൊക്കെ രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവൻ മേലെ കയറി നോക്കുമ്പോൾ ആ മാജിക്കൽ ബീസ്റ്റ് അവിടെ ഇരിക്കുന്നു. ഗോണാണെങ്കിൽ നോക്കുക സൂക്ഷിച്ച് നോക്കിയിട്ടും അവനാ കൺഫ്യൂസ് ആയിട്ട് ആകെ കിടന്ന് തിരിയാണ്. ഈ നേരം കൊണ്ട് മാജിക്കൽ ബീസ്റ്റ് ആണെങ്കിൽ ഗോണിനെ ഇപ്പം അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞ് വരികയാണ്. അങ്ങനെ മൂക്കിൻ്റെ തുമ്പത്ത് എത്തിയപ്പോണ്ട് ഗോൺ ചോദിക്കണ് നീ ആരാന്ന്. ഇത് കേട്ട് മാജിക്കൽ ബീസ്റ്റ് നെട്ടാണ്, കാരണം നമ്മൾ നെട്ടാണ്, ആകെ കൺഫ്യൂസ് ആവാണ്. അപ്പോൾ മാജിക്കൽ ബീസ്റ്റ് ചോദിക്കുന്നു നീ ആളെ ഇത്ര നേരം എന്നെ അടിക്കാൻ വേണ്ടി പിന്നാലെ നടന്ന്, എന്നിട്ട് ഇപ്പം ഞാനാരെന്ന് ചോദിക്കുകയാണോ. ശരിയാണ്, ഞാൻ നിന്നെ പോലെ തന്നെ അടിക്കാനാണ് പോയത്, പക്ഷെ നീ ആരാ, നീ എൻ്റെ കൂട്ടുകാരൻ വല്ലതാണോ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ അവൻ്റെ മുഖം വ്യത്യാസമുണ്ട്, ശബ്ദവും വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. ഇത് കേട്ട് മാജിക്കൽ ബീസ്റ്റ് ആണെങ്കിൽ കേട്ടെന്ന് ചിരിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്തതിന് ശേഷം കുറാപ്പിക്ക രക്ഷിച്ച ലേഡിയും ഗോൺ ഫൈറ്റ് ചെയ്ത മാജിക്കൽ ബീസ്റ്റും ഇവരെല്ലാവരും കൂട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയാണ് ഇപ്പം ഉണ്ടായ സംഭവം ഫുള്ള് ഞങ്ങളൊരു പ്ലാനായിരുന്നു. ഞങ്ങൾ ശരിക്കും 100 എക്സാം എടുക്കുന്ന നാവിഗേറ്റേഴ്സാണ്. 100 എക്സാം ഓരോ വർഷവും ഓരോ സ്ഥലത്തായിരിക്കും, അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റണമെന്നില്ല. ഇതൊക്കെ ഇവർ ഷോക്കാവുന്നുണ്ട്. ഇപ്പോൾ എക്സാമിനേഴ്സ് പറയാണ് ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളെ എക്സാക്റ്റായിട്ട് കറക്റ്റായിട്ട് അവിടെ എത്തിച്ചേരാം, ആ കാര്യം എടുത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ 3 ആൾക്കാരും പാസ്സായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ 3 ആൾക്കാരും ഞങ്ങൾ തന്നെ അവിടെ കൊണ്ട് എത്തിച്ചേരാം. ഇത് കേട്ട് അവരാകെ ഹാപ്പി ആവാണ്. അങ്ങനെ ഗോണും കുറാപ്പയും ലിയോറിയും ഈ എക്സാം എടുക്കുന്ന ആൾക്കാരെ കാലിനെ പിടിച്ച് പറന്ന് എക്സാം എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.